ഇത്തവണത്തെ ചാമ്പ്യൻസ് ലീഗിൽ നമ്മൾ ഈ സെമി ഫൈനൽ രണ്ട് പാദങ്ങളും രണ്ട് ലെഗും തുടങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് തന്നെ ദിലീപ് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു ഫൈനൽ സാധ്യതകൾ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് അതുപോലെ തന്നെ വളരെ കൃത്യമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളിപ്പം PSG-യും ആർസണലും അതിനകത്ത് പിന്നെ എപ്പോഴും ഒരു സ്റ്റഡി ആയിട്ടുള്ള ഒരു മുന്നേറ്റം എന്ന് പറയുന്നത് PSG-യുടേതാണെന്നും പറഞ്ഞു. ആർസണലിൻ്റെ സാധ്യതകളും വളരെ ടൈറ്റ് ആയിരിക്കും പറഞ്ഞു. ഏതാണ്ട് രണ്ട് ലെഗിലും ഈ കളികൾ ഇങ്ങനെ തന്നെയാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ അത് ഒരു കൃത്യമായ പ്രവചനം തന്നെ പറയാൻ പറ്റും. എന്താ ദിലീപിന് ഇപ്പൊ തോന്നുന്നത്? അതിപ്പോ എന്റെ കഴിവല്ല. ഇപ്പൊ ശരിക്കും യൂറോപ്യൻ ഫുട്ബോൾ അത്രയും പ്രഡിക്റ്റബിൾ ആയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. ഈ സീസൺ മുഴുവൻ നോക്കിയാൽ ഈ സീസൺ നല്ല, കഴിഞ്ഞ 2-3 സീസണായിട്ട് 2 തരം ക്ലബ് ഉണ്ട് ഇപ്പൊ യൂറോപ്പിൽ. ഒന്നാമത് പൈസ ഉള്ളവർക്കേ ഇത് ജയിക്കാൻ പറ്റുള്ളൂ. അത്രയും പൈസ ഉള്ള ടീമുകൾക്ക്. അത് തന്നെ പൈസ ഉള്ള ടീമുകളിൽ 2 ഇനുണ്ട്. ഒന്ന് പൈസയും ബുദ്ധിയും രണ്ടും ഉണ്ട്. അത് PSG, മാഞ്ചസ്റ്റർ സിറ്റി, ലിവർപൂൾ, ആർസണൽ, അങ്ങനെ ബയൺ മ്യൂണിക്ക് ഏറ്റവും അധികം. അങ്ങനത്തെ ഒരു 4-5 ക്ലബ് ഉണ്ട്. വേറെ കുറച്ച് പേർക്ക് പൈസ മാത്രം വിവരമില്ല. അതിലെ ഏറ്റവും നല്ല ഉദാഹരണം ചെൽസിയാണ്. ചെൽസിയുടെ ഇപ്പൊ പണ്ടത്തെ ഒരു മലയാളം സിനിമ ഉണ്ടല്ലോ, മണ്ടന്മാർ ലണ്ടനിൽ, അതിന്റെ 2ാം ഭാഗം എടുക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ചെൽസി ഓണർഷിപ്പിനെ വെച്ചിട്ടായിരുന്നു. അതെ, അങ്ങനത്തെ 2 ടീമുകളാണ് ഇപ്പൊ നമ്മൾ കുറച്ച് കൊല്ലമായിട്ട് കാണുന്നത്. ഈ പൈസയും വിവരമുള്ള 2 ടീമുകളാണ് ജയിക്കേണ്ടത്. അതിലൊരു നല്ല ഉദാഹരണം PSG ആണ്. ഈ PSG-യെ പറ്റി പറയുന്നത് ഇപ്പൊ ഇതിന് ശേഷം കണ്ട പല റിവ്യൂസിലും കാണുന്നത് ഒരു വളരെ ഈഗോസെൻട്രിക് ആയിട്ടുള്ള ഒരു ടീം, അതിനകത്ത് ഇപ്പൊ അത് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പെർഫെക്റ്റ് ടീമായി എന്നുള്ള രീതിയിൽ പല റിവ്യൂസും കാണുന്നുണ്ട്. ഇപ്പം ഗാർഡിയനൊക്കെ എഴുതിയതിനകത്ത് അത് പറയുന്നുണ്ട്. എന്തായിരുന്നു ഈ PSG-യുടെ ഒരു ഈഗോയുടെ പ്രശ്നം? എന്തായിരുന്നു ഈഗോയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവര് ഈ ഖത്തർ പ്രോജക്റ്റ് തുടങ്ങിയപ്പോ അവര് മാതൃകയായി നോക്കിയത് റയൽ മെഡ്രിഡ് ആണ്. ഞങ്ങക്ക് റയലിന്റെ അത്ര തന്നെ പൈസ ചെലവാക്കിയാൽ ഞങ്ങൾക്കും ജയിക്കാൻ പറ്റണം എന്നുള്ള ആ ഒരു ഗലാക്റ്റിക്കോ മോഡലിൽ ഓരോ കൊല്ലം ഇത്ര പൈസ ഇറക്കി വലിയ സൂപ്പർ താരങ്ങളെ വാങ്ങുക. ആദ്യം നെയ്മറിനെ കൊണ്ടുവന്നു, പിന്നെ മെസ്സി വന്നു, എംബാപ്പെ അതിന് മുമ്പ് വന്നു. അപ്പൊ ഇവരെയൊക്കെ വെച്ച് എന്തായാലും നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷെ ഫുട്ബോൾ അങ്ങനെയല്ല. ഒന്നാമത് കോച്ചിനെ ബഹുമാനിക്കാൻ പറ്റണം. ആ കോച്ചിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യാത്തൊരു ടീം ഒരിക്കലും ജയിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇതേ ലൂയിസ് എൻറിക്കെ വിമർശിക്കാൻ വേണ്ടി പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാഴ്സലോണയുടെ കൂടെ ഇദ്ദേഹം ജയിച്ചത് മെസ്സി ഉള്ളത് കൊണ്ടാണ്. പക്ഷെ ഇദ്ദേഹം പോയതിനു ശേഷം മെസ്സി ഒന്നും ജയിച്ചിട്ടില്ല. അതാണ് ഫുട്ബോൾ എപ്പോഴും ഒരു മാനേജറുടെ കളിയാണ്. അപ്പൊ അത് PSG മനസ്സിലാക്കി. ഇപ്പൊ എൻറിക്കെ അവിടെ എത്തിയപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുത്തു, ഞാനിവിടെ പണിയെടുക്കണമെങ്കിൽ എൻ്റെ രീതികൾ അനുസരിച്ച് മുന്നോട്ട് പോകണം. അല്ലാതെ നിങ്ങൾ ഈ കുറെ കളിക്കാരെ വാങ്ങിക്കൂട്ടി അവരെ വെച്ച് എന്നെ കൊണ്ട് കളിപ്പിക്കാൻ പറഞ്ഞാൽ ഞാൻ അത് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ മെസ്സി ആ സീസൺ തന്നെ വിട്ടു. എംബാപ്പെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ വിട്ടു. ഇപ്പൊ PSG 2, എംബാപ്പെ 0 ആണ്. 2 സീസണിൽ എംബാപ്പെ ഒന്നും ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ചാമ്പ്യൻസ് ലീഗ് ജയിച്ചിട്ടില്ല. PSG ഇപ്പൊ 2ാമത്തെ ഫൈനലിൽ എത്തുകയും ചെയ്തു. ഇതിനകത്ത് ഇപ്പൊ നമ്മൾ ഈ കളിയിൽ ആദ്യം ദിലീപ് പറഞ്ഞല്ലോ, പ്രവചനങ്ങൾ ശരിയായെങ്കിലും അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചാൽ ഈ കളികളൊക്കെ തന്നെ വളരെ ടൈറ്റ് ആയിട്ടുള്ള കളികളാണെന്ന്. അപ്പോൾ ഈ ഇതിനകത്ത് എവിടെയാണ് ഈ തോറ്റ മാനേജർമാർക്ക് ടാക്ടിക്കൽ ആയിട്ടുള്ള എറർ പറ്റിയിട്ടുള്ളത്? ടാക്ടിക്കൽ എറർ എന്ന് ഞാൻ പറയില്ല. ബയൺ PSG കളിയെ പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ മികച്ച ഡിഫൻസ് PSG-ക്കാണ്. അതാണ് ഒരു വ്യത്യാസം. അത് തന്നെയാണ് നമ്മൾ കണ്ടത്. ആ ബയണിന്റെ 2 ഫുൾ ബാക്സ് നല്ല ഫുൾ ബാക്സ് ആണ്. പക്ഷെ ആ PSG സ്റ്റാൻഡേർഡ് അല്ല. ന്യൂനോ മെൻഡസ്, ഹക്കീമി ആ സ്റ്റാൻഡേർഡ് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ആ 2 ലെഗ് നോക്കിക്കഴിഞ്ഞാലും വൈഡ് പൊസിഷൻസ് എന്നാണ് അധികം PSG-യുടെ ഗോൾസ് വന്നത്. ഇന്നലത്തെ അടക്കം ക്വാരറ്റ്സ്കേലി അവർക്ക് തീരെ തടുക്കാൻ പറ്റിയിട്ടില്ല 2 കളികളിലും. അപ്പൊ അതായിരുന്നു ഒരു വലിയ വ്യത്യാസം. അത് ബയണിന്റെ ഒരു കുറ്റായിട്ട് ഞാൻ കാണുന്നത്. ചിലപ്പോ നമ്മുടെ നല്ലൊരു ടീമിനോട് തോൽക്കും. ഇന്നലെ ഇപ്പൊ അവർക്ക് പറ്റണത്രയും ശ്രമിച്ചു ബയൺ മ്യൂണിക്ക്. ആദ്യത്തെ കളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒളീസയും ലൂയിസ് ഡിയാസും കുറച്ച് അവരുടെ നിലവാരം കുറച്ച് കുറഞ്ഞു. പക്ഷെ അത്രത്തിന് തന്നെ നന്നായിട്ട് PSG അവരെ ഡിഫെൻഡ് ചെയ്യുകയും ചെയ്തു. അപ്പൊ എനിക്ക് കോച്ചുമാരെ കുറ്റം പറയാൻ ബുദ്ധിമുട്ട്. അതേപോലെ തന്നെ അത്ലറ്റിക്കോന്റെ നല്ല ടീമാണ് ആർസണൽ, അതൊരു സംശയമില്ല. ഡിഫെൻസീവായിട്ടും
അറ്റാക്കിംഗ് പൊസിഷൻസിൽ ഇപ്പൊ മിനിങ്ങാന്നത്തെ കളിയില് ആൽവറസും ഗ്രീസ്മനും രണ്ടുപേരും വളരെ മോശമായിട്ടാണ് കളിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അവര് 60 മിനിറ്റ് ആയപ്പോഴേക്കും രണ്ടുപേരെയും മാറ്റും ചെയ്തു. അപ്പൊ നിങ്ങളുടെ നല്ല കളിക്കാര് നന്നായി കളിക്കുന്നില്ല, പിന്നെ മറ്റേ ടീം കുറച്ചും കൂടി നല്ല ടീമാണ്. അപ്പൊ അതില് കോച്ചുകളെ കുറ്റം പറയണതിൽ വലിയ അർത്ഥമില്ല. എന്നാൽ നമ്മൾ അന്ന് സംസാരിക്കുന്ന സമയത്ത് ഇപ്പം വിൻസെന്റ് കമ്പനിയുടെ ഒരു വലിയൊരു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതിലേക്കായിരുന്നല്ലോ മൂവ് ചെയ്തത്. പക്ഷെ അതൊരു വഴിക്ക് വെച്ച് നിന്നൊരവസ്ഥയാണുള്ളത്. അവിടെ എവിടെയെങ്കിലും ഡിഫക്റ്റ് എന്തെങ്കിലും സംഗതികൾ ദിലീപിന് വായിക്കാൻ പറ്റുന്നു? ഡിഫക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് പൊസിഷനാണ് ഞാൻ ഇന്നലെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചത്. ഒന്ന്, ഈ ഫുൾ ബാക്സിൽ ഒരാള് അൽഫോൺസോ ഡേവിസ് ശരിക്കും പരിക്കില്ലാതെ 100% ഫിറ്റാണ്, കോൺഫിഡന്റ് ആണെന്നുണ്ടെങ്കിൽ ലോകത്തെ ആദ്യത്തെ 10 ഫുൾ ബാക്സിൽ വരുന്ന ഒരു പേരാണ്. അത് കുറെ കൊല്ലമായിട്ട് കാണിച്ചിട്ടുണ്ട്, വളരെ ചെറുപ്പം തൊട്ട്. പക്ഷെ ഇപ്പൊ അൽഫോൺസോ ഡേവിസ് അല്ല, അത് കാരണമാണ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത്. അതേപോലെ മൂസിയാലയും ഈ സീസൺ 19-20 കളിയെ കളിച്ചിട്ടുള്ളൂ ഈ പരിക്ക് കാരണം. അപ്പൊ ആ കളിക്കാരനും കോൺഫിഡൻസ് കുറവാണ്. അപ്പൊ ഈ പ്രധാനപ്പെട്ട നമ്പർ 10 പൊസിഷനിൽ കളിക്കണ ഒരു കളിക്കാരൻ, പിന്നെ ഒരു ലെഫ്റ്റ് ബാക്ക്, ഈ രണ്ട് പൊസിഷൻസിലും ഇവര് ഫുള്ളി ഫിറ്റ് ആയാൽ തന്നെ വേറെ തന്നെ ഒരു ബാനായിരിക്കും നിങ്ങൾ അടുത്ത സീസൺ കാണുന്നത്. അപ്പൊ അതിന് ടാക്ടിക്കലായിട്ടൊരു കുറ്റം പറയാൻ പറ്റില്ല. ഈ കളിക്കാര് അവര് 100% ആയിരുന്നില്ല, അതാണ് ഒരു വ്യത്യാസം. നമ്മുടെ പിന്നെ ഗോൾ കീപ്പർമാരുടെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം PSG സംബന്ധിച്ചിടത്തോളം ഡൊണറൂമ ഇല്ലാത്ത ആദ്യത്തെ സീസൺ ആണല്ലോ. അപ്പൊ ഇതിനകത്ത് ഇവരെങ്ങനെയാണ് മികവ് കാണിച്ചിട്ടുള്ളത്? ഓരോരുത്തരും 4 പേരും. സാഫിനോവിന് കാര്യമായിട്ടൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. ആദ്യത്തെ കളിയില് 5-4 കളിയില് ആ 4 ഗോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത്രയും നല്ല ഗോൾസ് ആയിരുന്നു. പക്ഷെ ഈ 2 ഗോൾ കീപ്പേഴ്സ് വെച്ച് നോക്കുമ്പോ ഡേവിഡ് റായ ഒരു ലെവല് മേധയാണ് തീർച്ചയായിട്ടും. ഇപ്പൊ ഇംഗ്ലണ്ടിൽ തന്നെ കുറെ കാലം മാഞ്ചസ്റ്റർ സിറ്റിയുടെ എഡേഴ്സണും ലിവർപൂളിന്റെ ആലിസണും ആയിരുന്നു ഏറ്റവും മികച്ച ഗോൾ കീപ്പേഴ്സ്. ഇപ്പൊ ആലിസനെ മറികടന്ന് ഇപ്പൊ റായാണ് ഏറ്റവും നല്ല കീപ്പർ EPL. അപ്പൊ അത് ഒരു വ്യത്യാസമായിരിക്കും ഈ 2 ടീമുകളും തമ്മിൽ ഫൈനല്. സാഫിനോവ റായയുടെ ലെവലിലല്ല, പക്ഷെ അത്ര തന്നെ തടുക്കേണ്ടി വരുമോന്നും നമുക്കറിയില്ല. ഈ ഇടയ്ക്കുള്ള ഒരു ചെറിയൊരു തിരിച്ചടികളൊക്കെ ഓവർകം ചെയ്തിട്ട് ആസനല് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഒരു സെറ്റ് ടീമായിട്ടുണ്ട്. നമുക്കിപ്പം ഈ ഫൈനലിലേക്ക് പോകുന്ന സമയത്ത് 2 ടീമിനെയും വെച്ചിട്ട് ഏതായാലും നേരത്തെ ഉള്ളൊരവസ്ഥയിലല്ല ആസനലുള്ളത്. PSG എല്ലാവരും ഒരു അപ്പർ ഹാൻഡ് പറയുന്നുണ്ട്. കാരണം ദിലീപം ഈ ഫൈനൽ വരാൻ പോകുമ്പോൾ അണ്ടർ ഡോഗ്സ് എന്ന് പറയുന്നത് ആർസനലാണ്. എങ്ങനെയാണ് ദിലീപിന്റെ ഒരു ഫൈനലിനെ വിലയിരുത്തുക? ഫൈനലിന്റെ റിസൾട്ടിന് വലിയൊരു ഫാക്ടർ ഈ EPL ആർസനൽ എന്ത് പറ്റുന്ന അനുസരിച്ചിരിക്കും. അവര് മെയ് 24 ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീടം പൊക്കുകയാണെങ്കിൽ വളരെ കോൺഫിഡന്റ് ആയിട്ടായിരിക്കും ബുഡാപെസ്റ്റ് പോകുന്നത്. അതെങ്ങാനും സിറ്റിയോട് ഇപ്പൊ അവർക്കാണ് മുൻതൂക്കം ആദ്യം, പക്ഷെ എങ്ങാനും സിറ്റി തിരിച്ചു വന്ന ആ ടൈറ്റിൽ അവസാനത്തെ ആഴ്ചയിൽ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ആർസനലിന്റെ കോൺഫിഡൻസ് വളരെ താണൂന്നും വരും. PSG-ക്കെതിരെ നിങ്ങൾ 100% കോൺഫിഡന്റ് അല്ലെങ്കിൽ ഒരു ചാൻസും ഇല്ല. അപ്പൊ ഈ കഴിഞ്ഞ തവണ വളരെ നല്ലൊരു ഇന്റർ മിലാൻ ടീമിനെ 5-0 തോൽപ്പിച്ചതാ ഫൈനലിൽ. അപ്പൊ അത് നിങ്ങൾ 100% സ്വിച്ച് ഡൗൺ ആയിരിക്കണം അവരുടെ എതിരെ. അപ്പൊ അതിന് ഈ EPL ടൈറ്റിൽ റേസ് വലിയൊരു പങ്ക് വഹിക്കും. നേരെ തിരിച്ചിപ്പോ PSG ഫ്രാൻസിലത്തെ ടൈറ്റിൽ ജയിക്കുന്ന ഇപ്പൊ ഏകദേശം ഉറപ്പാണ്. 100% ആയിട്ടില്ലെങ്കിലും ആർസനലിന്റെ ഉറപ്പാണ്. അപ്പൊ അവർക്ക് അതിൽ അത്ര ശ്രദ്ധ വെക്കേണ്ട ആവശ്യമില്ല. അല്ല, ഈ സിറ്റി ജയിക്കാനുള്ള സാധ്യത വളരെ കുറവല്ലേ ഇപ്പോഴത്തെ അവസ്ഥയിൽ? അല്ല, എവിടെയെങ്കിലും ആർസനലിന് ഒരു മാച്ച് ജയിച്ചാൽ മതി. അല്ല, ഇനി 3 മാച്ച് ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട മാച്ച് ഈ ഞായറാഴ്ച വെസ്റ്റ് ഹാം ആയിട്ട്. അതൊന്നാമത് ഒരു ലണ്ടൻ ഡാർബിയാണ്, പിന്നെ രണ്ടാമത് വെസ്റ്റ് ഹാം റെലിഗേഷൻ പൊസിഷനിലാണ്. അപ്പൊ അവർക്ക് ജയിക്കാതെ ഒരു നിവൃത്തിയില്ല. അപ്പൊ അല്ലെങ്കിൽ തന്നെ ഒരു വാശിയും വൈരാഗ്യം ഉള്ളൊരു പോരാട്ടമാണ്. ഒരു ടീം നോർത്ത് ലണ്ടൻ, മറ്റേത് ഈസ്റ്റ്. അത്ര ദൂരേ ഉള്ളൂ, ഇവിടെ നടക്കാവുന്ന മാനേജറിലേക്ക് പോകണം ദൂരേ ഉള്ളൂ 2 സ്റ്റേഡിയം തമ്മിൽ. അപ്പൊ ആ ഒരു വാശി ഉണ്ടാവും എന്തായാലും. പിന്നെയുള്ള 2 കളികളും ആർസനലിന് വളരെ എളുപ്പമാണ്. ഒന്ന്, ബേൺലി ഓൾറെഡി ചാമ്പ്യൻഷിപ്പിൽ
റൗണ്ടിലേക്ക് പോയി കഴിഞ്ഞു, റെലിഗേറ്റഡ് ആയി. മറ്റേത് ക്രിസ്റ്റൽ പാലസ് അവസാനത്തെ കളി. ക്രിസ്റ്റൽ പാലസിന് മുഴുവൻ ശ്രദ്ധ അവർ ഇന്നും രാത്രി മിക്കവാറും കോൺഫറൻസ് ലീഗ് ഫൈനലിൽ എത്തും. പിന്നെ അവരുടെ ശ്രദ്ധ മുഴുവൻ അതിലായിരിക്കും. അവർ ഒരിക്കലും ആ ഫൈനലിന് 4 ദിവസം മുമ്പ് അവരുടെ ടോപ്പ് കളിക്കാർ ഒരു ലീഗ് കളിക്ക് ഇറക്കാൻ പോകുന്നു. അപ്പൊ ആ 2 കളി ആർസണൽ ഏകദേശം ജയിച്ച പോലെ. അപ്പൊ ഈ ഞായറാഴ്ച ജയിച്ച ആർസണലിന്റെ ടൈറ്റിലാണെന്നാണ് എന്റെ അഭിപ്രായം. പക്ഷെ ഈ ലണ്ടൻ ഡാർബി ആയത് കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് അങ്ങനത്തെ ഈ ലോക്കൽ കളികളിലെ ഫോമിനും കളിക്കാരുടെ മികവിനും ഒന്നും ഒരു പ്രസക്തിയില്ല. അത് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ഇതാണ്. ഫൈനലിനെ പറ്റി പറയുകയാണെങ്കിൽ ഫൈനലില് ഇപ്പം പ്രത്യേകിച്ചും എൻറിക്കയുടെയും അർട്ടേറ്റയുടെയും ഒരു മികവിനെ പറ്റി രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാൽ പോലും ഫൈനലില് ദിലീപിന്റെ പ്രവചനം എന്താണ്? ഞാനിപ്പോഴും PSG ജയിക്കുന്നേ പറയുള്ളൂ. പക്ഷെ PSG ഒരു ടീമിന് തോൽപ്പിക്കാൻ പറ്റുമെങ്കിൽ അത് ആർസണലാണ്. കാരണം എന്താ വെച്ചാൽ ഇത് 2 ലെഗ് അല്ല, ഒരു ഒറ്റ കളി നോക്കൗട്ടാണ്. അതില് ആർസണലിന് ആരെയും തോൽപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു നല്ല ഡിഫൻസ് ഉണ്ടെങ്കിൽ, ഡിഫൻസ് ആണ് എപ്പോഴും ചാമ്പ്യൻഷിപ്സ് ജയിക്കുന്നത്. മറ്റേ വളരെ നല്ല അറ്റാക്കിംഗ് കളി വെച്ചിട്ട് ഇപ്പൊ ബാഴ്സലോണ കഴിഞ്ഞ സീസൺ സെമിയിൽ 6 ഗോൾ അടിച്ചു, എന്നിട്ടും പുറത്തായി. ഡിഫൻസ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു പ്രശ്നമാണ്. ഈ ആർസണൽ ഇത്രയും കളിയിൽ 14 കളിയിൽ 6 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. അപ്പൊ അത് അവർക്ക് വളരെ ഒരു ശക്തിയായ ഡിഫൻസ്. എന്റെ PSG അത്ര തന്നെ നല്ല ഡിഫൻസ് ആണ്. പക്ഷെ അതിലൊരു ലെവല് മേതാണ് ആർസണൽ. എന്താ വെച്ചാൽ അവർക്ക് ഗോൾ കീപ്പർ ഉണ്ട്, ഗോൾ കീപ്പറായിട്ട്. പക്ഷെ നമ്മൾ നേരത്തെ സിറ്റി ആർസണൽ കളിയെ പറ്റി പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ എത്ര ലോ ബ്ലോക്ക് എത്ര ഡിഫെൻഡ് ചെയ്താലും ഈ പൂട്ട് തുറക്കാനുള്ള കളിക്കാര് PSG ഉണ്ട്, സിറ്റിക്ക് ഉണ്ടായിരുന്ന പോലെ തന്നെ. ഈ സിറ്റിയുടെ ഒന്നും അധികം കളിക്കാരും ഉണ്ട്, അതിൽ മികച്ച കളിക്കാരുണ്ട്. ഇപ്പൊ ക്വാഡ്സ്കേലിയുടെ ക്വാളിറ്റി ഉള്ള ഒരു കളിക്കാരൻ സിറ്റിക്കില്ല. മറ്റേ സൈഡിൽ ഡെസിരെ ഡുവെ അടുത്ത ലോക ഫുട്ബോളിന്റെ സൂപ്പർ സ്റ്റാർ ആണ്. ഡെംബെലി ഇപ്പോഴത്തെ ബാലോണ്ടോർ ജയിച്ചിട്ടുള്ള കളിക്കാരൻ. പിന്നെ അവർക്ക് ബാക്കപ്പ് ആയിട്ട് കഴിഞ്ഞ ലോകകപ്പില് ഹാട്രിക് അടിച്ച ഗോൺസാലോ റാമോസ് അങ്ങനത്തെ കളിക്കാരാണ്. സണ്ണി മൈൽ, ഇവരൊക്കെ ഭാവിയിലത്തെ താരങ്ങളാണ്. അപ്പൊ അത്രയും ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇവരെ ഒക്കെ തടുത്താൽ തന്നെ ഫുൾ ബാക്സ് 2 പേരും എപ്പോഴും നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഹക്കീമി അപ്പോഴേക്കും ഫിറ്റ് ആയിരിക്കും, മെൻഡസ് ഇപ്പൊ ഫിറ്റാണ്. പിന്നെ മിഡ്ഫീൽഡിൽ നിന്ന് വിറ്റീന്യ, ഫാബിയൻ റൂയിസ്, ജാവോ നെവസ്, ഇവർക്കൊക്കെ ഗോൾ അടിക്കാൻ, ലോങ് റേഞ്ചിൽ നിന്ന് ഗോൾ അടിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ എല്ലാ പൊസിഷനിലും ഒരു ത്രെറ്റ് ഉള്ള ടീമാണ്. അപ്പൊ അവരുടെ എതിരെ നിങ്ങൾക്ക് 90 മിനിറ്റ് ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് പല ടീമുകളും ശ്രമിച്ചു, അത് സാധിച്ചിട്ടില്ല. അപ്പൊ ആർസണലിന് മുന്നോട്ട് പോകേണ്ടി വരും. അപ്പൊ അവർക്ക് അതിനുള്ള ആ ഒരു കളി ജയിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടോന്നാണ്. കഴിഞ്ഞ 2-3 മാച്ചായിട്ട് വിക്ടർ യോക്കറസ് നന്നായി കളിച്ചിട്ടുണ്ട്. ഗോള് ഇപ്പൊ 4-5 അടിച്ചിട്ടില്ലെങ്കിലും ആ ഹോൾഡ് അപ്പ് പ്ലേയും ആ സിംഗിൾ ഫോർവേഡ് ആയിട്ട് കളിക്കാൻ അത്ര എളുപ്പമല്ല. പ്രത്യേകിച്ച് ചില കളികൾ ഈ സ്റ്റാൻഡേർഡ് കളിയിൽ ചിലപ്പോൾ നമുക്ക് 10-20 മിനിറ്റ് ബോൾ ഇല്ലാതെയൊക്കെ കളിക്കേണ്ടി വരും. അപ്പൊ ആ സെന്റർ ഫോർവേഡിന്റെ കളി വളരെ പ്രസക്തമാണ്. ആ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിക്കാരനായിരിക്കും. ആ റോള് ശരിക്കും യോക്കറസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇവരെ പോലെ ഗോൾ അടിക്കാൻ പറ്റുമോന്നാണ്. എന്താ വെച്ചാൽ സാക്കയും മറ്റേ ലെഫ്റ്റ് വിങ്ങിൽ ആരായാലും, ഇപ്പൊ മാർട്ടിനെല്ലിയെ കളിച്ചാലും വേറെ ആരായാലും അവരുടെ പ്രധാനപ്പെട്ട ജോലി ഇവരെ തടുക്കാനായിരിക്കും. ക്വാഡ്സ്കേലിയെ ഇവിടെ ലെഫ്റ്റിലത്തെ ബെൻ വൈറ്റിനെ സപ്പോർട്ട് ചെയ്യാൻ, മറ്റേ സൈഡിൽ നിന്ന് ഡുവെ സപ്പോർട്ട് ചെയ്യാൻ, തടുക്കാൻ ലെഫ്റ്റ് വിങ്ങർ ആരാച്ചാ ലെഫ്റ്റ് ബാക്കിനെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ ഇവരുടെ എത്രത്തോളം അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതന്നെ നമുക്കറിയില്ല. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ നല്ല ഡിഫൻസ് ഉള്ളത് കാരണം എപ്പോഴും ഒരു സാധ്യതയുണ്ട്. ഒരു ഗോൾ അടിച്ചാൽ മതി. ഇന്നലത്തെ കളിയിൽ 1 മിനിറ്റാണ് കോൺസെൻട്രേഷൻ പോയത് PSG. ആ സമയത്ത് ഹാരി കെയ്ൻ ഗോൾ അടിക്കുകയും ചെയ്തു. അപ്പൊ അങ്ങനെ 1 നിമിഷം കിട്ടിയാൽ മതി. ഒരു ഗോൾ അടിച്ചാൽ ആർസണലിന് ആ കളി കൂട്ടാൻ ഉള്ള ഡിഫൻസ് ഉണ്ട്.